ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ആരോ റൂട്ട് പൗഡർ എങ്ങനെ പ്രോസസ്സിങ് ചെയ്തെടുക്കുന്നു എന്നുള്ള വീഡിയോ ആണ് കാണാൻ പോണത്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർ മാത്രം വാച്ച് ചെയ്യുക. നമ്മുടെ നാട്ടിൽ ഇതിനെ കൂവ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഈ റൂട്ടിന് എന്ത് പേരാണ് അറിയപ്പെടുന്നതെന്ന് കമൻറ്റ് ചെയ്യുക. ഈ പ്ലാന്റിൻ്റെ ലീഫൊക്കെ നല്ലപോലെ കരിഞ്ഞു വരുമ്പോൾ നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാനുള്ള ടൈമായെന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ പ്രത്യേകിച്ച് മഴയൊന്നും ഇല്ലായിരുന്നതുകൊണ്ട് ഇതിന് ഹാർവെസ്റ്റ് ചെയ്യാനുള്ള ടൈം ആയോ എന്ന് ഞാൻ ചെക്ക് ചെയ്യണതാണ്. ഈ ടൈപ്പ് പ്ലാന്റ്സിന് പ്രത്യേകിച്ച് കെയർ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല, വെറുതെ നട്ടു വിട്ടാൽ മതിയാവും. ലാൻഡൊക്കെ നല്ലപോലെ ഡ്രൈ ആയിരുന്നുകൊണ്ട് ഞാൻ ഓസിൽ വെള്ളം നനച്ചതിന് ശേഷമാണ് ഇതിനെ ഓരോന്നായിട്ട് ഇളക്കിയെടുക്കുന്നത്. അപ്പോൾ റൂട്ടൊക്കെ നല്ലപോലെ മെച്ചുറായിട്ടുണ്ട്. എൻ്റെ ഒരു തോട്ടിൽ പണ്ട് കാലത്തുള്ള മനുഷ്യരൊക്കെ നല്ലപോലെ ഡ്രൈ സീസൺ ആകുമ്പോൾ ഫുഡിന് നല്ല ഷോർട്ടേജ് ഉണ്ടാവും. അപ്പോൾ ആ ടൈമിൽ കഴിക്കാൻ വേണ്ടിയുള്ള ഫുഡ് ഈ റൂട്ട് ടൈപ്പ് ഫുഡായിരിക്കണം. പക്ഷേ ഈ ടൈപ്പ് ഫുഡാണെങ്കിൽ നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കും. കാരണം മണ്ണിൻ്റെ അടിയിൽ നിന്ന് നമ്മൾ ഇതിനെ കുഴിച്ചാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ മഴ പെയ്തതിന് ശേഷമാണ് ബാക്കി ഹാർവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മഴ പെയ്യുമ്പോൾ ഇതിനെ ഇളക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ്. എർത്ത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, അപ്പോൾ ഇതുപോലെ റൂട്ട് പ്ലാന്റ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്തതിൻ്റെ കാരണം തന്നെ ഇതായിരിക്കണം. എല്ലാ ടൈമിലും ഹ്യൂമൻ ആയിരുന്നാലും അനിമൽസ് ആയിരുന്നാലും ബേഡ്സ് ആയാലും എല്ലാ ടൈമും സർവൈവ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടാണ്. അപ്പോൾ അതൊരു വലിയ ബ്രില്യൻസ് തന്നെയാണ്. നമുക്കാർക്കും ചിന്തിക്കുന്നതിനപ്പുറമാണ് ക്രിയേറ്റർ ഓരോ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. 2-3 ദിവസം നല്ലപോലെ ടൈം എടുത്തിട്ടാണ് ഞാനിത് നട്ടിരുന്ന ഫുൾ പ്ലേസിൽ നിന്ന് ഇത് ഫുള്ളായിട്ട് ഹാർവെസ്റ്റ് ചെയ്തെടുക്കുന്നത്. കാരണം ഇത് അത്യാവശ്യം മണ്ണിൻ്റെ അടിയിൽ താന്നാണ് ഇരുന്നത്. മഞ്ജു ആണെങ്കിൽ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്ന് ഇവിടെ ഇരിക്കുകയാണ്. അത്യാവശ്യം നല്ല എമൗണ്ടിലുള്ള ആരോ റൂട്ട് നമുക്ക് ഇതിലൊന്ന് കിട്ടിയിട്ടുണ്ട്. നമ്മളിതിനെല്ലാം നേരെ കൊണ്ടുപോയി ഇനി പ്രോസസ്സിങ് ചെയ്യാൻ പോവുകയാണ്. ഇനി ഇതിലൊന്ന് നമ്മളൊരു പൗഡർ ഫോമിലോട്ട് ഇതിനെ എടുക്കുകയാണ്. അതാകുമ്പോൾ ഒരു ഇയറിൽ നമുക്കിതിനെ ഫുള്ളായിട്ട് സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും. അതിനുവേണ്ടി സെലക്ട് ചെയ്തിട്ടുള്ള ആരോ റൂട്ട് നല്ലപോലെ വാഷ് ചെയ്തെടുക്കണം. അപ്പം വാഷ് ചെയ്തെടുക്കുമ്പോൾ ഇത് നല്ല വൈറ്റ് കളറിലോട്ട് വരും. അതിനെ നമ്മൾ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് ഇതിനെ കട്ട് ചെയ്യണം. അപ്പോൾ ആ കുഞ്ഞായിട്ട് കട്ട് ചെയ്യണതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇതിങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്യണതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ മിക്സിയിലിട്ട് നല്ലപോലെ അടിച്ചെടുക്കണം. വേണമെങ്കിൽ ഇതിനെ ഉരലിലൊക്കെ ഇട്ട് ഇടിച്ചെടുക്കാം. പക്ഷേ അതിനേക്കാളും നല്ല എളുപ്പമെന്ന് പറഞ്ഞാൽ മിക്സിയിൽ അടിച്ചെടുക്കണതാണ്. ഇത് വലിയ കട്ടിയില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ജ്യൂസറിലാണ് ഇതിനെ അടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ മിക്സിയിൽ അടിക്കുന്ന വീഡിയോ ഒന്നും കാണിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 3 പാത്രത്തിലാണെങ്കിൽ ഇത് അടിച്ചെടുത്തിട്ടുള്ള അതിൻ്റെ പൾപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ പൾപ്പിനെ ഇനി വേറൊരു പാത്രത്തിലോട്ട് നമുക്ക് പിഴിഞ്ഞെടുക്കണം. അപ്പോൾ നമ്മൾ ഈ തേങ്ങാപ്പാലൊക്കെ എടുക്കുമല്ലോ, അപ്പോൾ അതുപോലെ ഒരു 3 വട്ടം ഈ പൾപ്പിൽ വീണ്ടും വെള്ളം വീറ്റി പിഴിഞ്ഞെടുക്കണം. അപ്പോൾ ആദ്യം ഞാൻ ഒരു ചെറിയ പാത്രത്തിലാണ് ഇതിനെ പിഴിഞ്ഞത്. പക്ഷേ അത് നിറഞ്ഞതുകൊണ്ട് ഇതിനെ വേറൊരു വലിയ പാത്രത്തിലോട്ട് മാറ്റിയാണ്. അപ്പോൾ നല്ല പ്രഷർ കൊടുത്ത് പിഴിഞ്ഞ് കഴിഞ്ഞാൽ മാക്സിമം അതിലുള്ളതെല്ലാം ഇനി പുറത്ത് വരും. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതിൻ്റെ അടിയിലാണെങ്കിൽ ഒരു വൈറ്റ് കളറിലുള്ള ഒരു പൗഡർ ഫോം ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പിഴിഞ്ഞെടുത്തിട്ടുള്ള പാത്രത്തിനാണെങ്കിൽ നമ്മൾ ഏകദേശം ഒരു 4-5 മണിക്കൂർ റെസ്റ്റിൽ വെച്ചിരിക്കണം, വെറുതെ വെച്ചിരിക്കണം. അതിൻ്റെ വേസ്റ്റാണ് ഇപ്പുറത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിനെ വേറെ റെസ്റ്റിൽ വയ്ക്കാം. പക്ഷേ ഞാൻ ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ചെയ്യണതിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഒരു ഫുഡും ഒരു കാര്യവും ഒറിജിനലല്ല. കാരണം ഒറിജിനലായിട്ട് അതിന് ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ച് എമൗണ്ട് മാത്രമേ അതിലൊന്ന് കിട്ടുകയുള്ളൂ. അപ്പോൾ അതിലോട്ട് മായം ചേർത്താൽ മാത്രമേ നമുക്കതിനെ നല്ല ഒരു വിലയ്ക്ക് വിൽക്കാൻ പറ്റുള്ളൂ. കാരണം ഞാൻ നിറയെ ടൈം എടുത്തിട്ടാണ് ഇത്രയും പ്രോസസ്സിങ് ചെയ്തത്. എന്നിട്ട് എനിക്ക് കിട്ടിയത് കണ്ടോ, ഇതിൻ്റെ അടിയിലിരിക്കുന്ന കണ്ട. അപ്പോൾ ഒരു 6-7 കിലോ കൂവ ഇട്ടതിന് ശേഷമാണ് എനിക്ക് ഇത്രയും പൗഡർ കിട്ടിയത്. ഈ പൗഡറിനെ ഇനി വീണ്ടും വെയിലത്ത് വെച്ച് നല്ലപോലെ ഉണക്കണം. ഇതിപ്പം പൗഡർ ഫോമിലല്ല ഇരിക്കണം, നല്ല കട്ടിയായിട്ടാണ് ഇരിക്കണം. നമ്മളിതിനെ നേരെ വെയിലത്ത് കൊണ്ട് വെച്ചിട്ട് ഇതിൻ്റെ കട്ടയൊക്കെ നല്ലപോലെ പൊടിച്ചു കൊടുക്കണം. ഇത് നമ്മൾ മുഖത്തിടുന്ന പൗഡറിൻ്റെ അത്രയും നല്ല സോഫ്റ്റാണ്. സോ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സ്പെഷ്യലി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഫൈനലി കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കിലോയൊക്കെ തന്നെ വരുള്ളൂ. ഇത് കിട്ടി, ഇത് നമുക്ക് ഒരു ഇയറിൽ ഫുള്ളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.